പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റോമ 8:32. നേരത്തെ വായിച്ചത് യോഹന്നാൻ 3:16 ഈ 3:16 ഇപ്പോഴും പൗലോസ് അപ്പോസ്തലൻ്റെ റോമ 8:32 തമ്മിൽ ലിങ്ക്ഡാണ്. ആ വചനം എന്താണ്? അത് 8:32 എന്താ പറയണത്? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ, അതാണ് ഏകജാതന് നൽകാൻ തക്ക വിധമെന്ന് പറഞ്ഞിട്ട് ഇപ്പം അതിൻ്റെ കുറച്ചുകൂടി വ്യാഖ്യാനം പറയുകയാണ് പൗലോസ്. എന്താണ്? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി. അപ്പോൾ അതിനകത്ത് മെയിൻ വാക്ക് എന്താണെന്ന് അറിയാമോ? ഒഴിവാക്കാതെ എന്നാണ്. റിസർവ് ചെയ്യാതെ. മനസ്സിലായില്ലേ? ഈ റിസർവ് ചെയ്യാതെ, നിങ്ങളെ റിസർവ് ചെയ്യാതെ ദൈവമായിട്ട് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ 10,000 കാര്യങ്ങൾ റിസർവ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ശ്രദ്ധ പിടിപ്പിക്കുന്നത്. ഈ ഫോർമുല വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് കയ്യേൽപ്പിക്കാത്ത റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. ഇതാണ് എന്ന് പറഞ്ഞ ആ വചനം എന്താണ്? റോമ 8:32. പറഞ്ഞ റോമ 8:32. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വചനത്തിൻ്റെ ഇതുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായിക്കുന്നത് അതിൻ്റെ ബട്ടറായിട്ടുള്ള ക്രീം ആയിട്ടുള്ള ഇതാണ് നമ്മളെടുത്ത് തോണ്ടി തിന്നണത്. എന്താണ്? വചനത്തിൻ്റെ ക്രീമായിട്ടുള്ള സ്ഥലങ്ങളില്ലേ, അതാണ് നമ്മൾ കുഞ്ഞുപിള്ളേരുടെ മുമ്പ് കേക്ക് വെക്കുമ്പോൾ എന്താ ചെയ്യണത്? അങ്ങനെ വന്നിട്ട് ആ ക്രീമും ആ ചെറിയൊക്കെ എടുത്ത് വായി തിന്നിരിക്കും. നമുക്ക് കേക്ക് മുറിക്കണമെങ്കിൽ തന്നെ അവന്മാർ ആ ക്രീമൊക്കെ അകത്താക്കും. ഇതുപോലെ ഭജനത്തിലെ ക്രീംസാണ് നമ്മൾ എടുക്കുന്നത്. എന്താണ് നമ്മൾ എടുക്കുന്നത്? എന്താണ്? സമസ്തവും അവൻ നമുക്ക് തരാതിരിക്കുക, അതിൻ്റെ ക്രീം അതാണ്. പക്ഷേ അതിൻ്റെ അകത്ത് കേക്ക് എന്താ? അവനോട് കൂടി എന്നുള്ളതാണ്. അവനോട് കൂടിയല്ല നിങ്ങളെ അനുഗ്രഹം അടിച്ചു മാറ്റാൻ നോക്കണ്ടെന്നാണ് പറയണത്. അവന് വേണ്ടാത്തവന് എൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഇങ്ങോട്ട് കൈ നീട്ടി വരണ്ടെന്നാണ്. വെരി ക്ലിയർ അല്ലേ? അവനോട് കൂടെ ഒന്ന് പറഞ്ഞേ. അവനോട് കൂടെ സമസ്തവും നമ്മൾക്ക് നൽകിയില്ലേ? അപ്പൊ ദൈവത്തിന്റെ പ്രയോറിറ്റിയിൽ ആദ്യം നൽകുന്ന അനുഗ്രഹം എന്താണ്? അവനാണ്. അവനോ അവൻ്റെ വചനത്തിനോ പ്രാധാന്യമില്ലാതെ ജോലി, വീട്, വിവാഹം എന്നൊക്കെ പറഞ്ഞ് മാത്രം നടക്കാവുന്നല്ലാതെ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കൊരു വില ഉണ്ടാകത്തില്ല. അതാണ് വിഷയം. ഇപ്പം ഈ ലക്ഷ്മിയോട് തന്നെ സിസ്റ്റർ ചോദിച്ചു, നിനക്കെന്നെ ആത്മീയ വളർച്ച ഉണ്ടായെന്ന് ചോദിച്ചു. അവളുടെ പരീക്ഷകൾക്കെല്ലാം കർത്താവ് കൂടെ പോയി. അമ്മ അവള് ഒരു 120 മിനിറ്റേ ഉള്ളു. 20 മിനിറ്റിൻ്റെ ഉള്ളിൽ സമയത്ത് ഇവർക്ക് കമ്പ്യൂട്ടറിൽ സമയം കാണാൻ പാടില്ല. ഇനി എന്ത് സമയമുണ്ടെന്ന് അറിയത്തില്ല. അപ്പം ഇവള് അമ്മയുമായിട്ട് എല്ലായ്പ്പോഴും സംസാരിക്കുന്ന കാരണം അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ സമയം എന്തുമാത്രം ഉണ്ടെന്ന് അറിയത്തില്ല, എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പോലും എനിക്ക് മനസ്സിലാകണില്ല, എനിക്ക് തലക്ക് വെളിവ് പോണ്, എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ചാര ഡ്രസ്സിട്ടൊരു ലേഡി കയറി വന്ന ഉടനെ എന്നിട്ട് കമ്പ്യൂട്ടർ അമ്മയോട് ഇവള് മനസ്സിൽ അമ്മയോട് പറഞ്ഞതാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഉടമ്പടിയിൽ ഭയങ്കര രസമാണ്. ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. എന്താ നിനക്ക് എവിടെയാണ് ആവശ്യമെങ്കിൽ അവിടെ ഞാൻ വരുമെന്ന് അതിൻ്റെ അർത്ഥം. നിനക്ക് എവിടെയാണ്? അപ്പോൾ ഇവൾ അമ്മയോട് പറഞ്ഞോടെ, അമ്മ എനിക്ക് ടൈം കാണാനില്ല, ഇനി എന്തുമാത്രം ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് അറിയാൻ പാടില്ല, അമ്മ എന്നൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് മനസ്സിൽ പറഞ്ഞതല്ലേ. ആ 1000കണക്കിന് ആൾക്കാരിക്കുന്ന എക്സാം ഹോളിലൂടെ ചാര ഡ്രസ് ഇട്ട് ലേഡി കയറി വരും. കയറി വന്ന ശേഷം ഇവളോട് പറയും, കമ്പ്യൂട്ടർ 2 കൊട്ടും, ടൈം കാണിച്ചു കൊടുക്കും. ഓൺലി 20 മിനിറ്റ്സ് എക്സിസ്റ്റ്, 20 മിനിറ്റേ ഉള്ളൂ, നിനക്ക് 100 ചോദ്യങ്ങൾ എഴുതാനുണ്ട്. അവർ പോകും. എന്ത് രസമാ!
നിനക്കിനി 20 മിനിറ്റേ ഉള്ളൂ, നിനക്കിനി 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുണ്ട്. അപ്പം തന്നെ അവൾ പറഞ്ഞു, എൻ്റെ കാര്യം തീർന്നു. 100 എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവണില്ല. ഞാൻ ആകപ്പാടെ ചെയ്തിരിക്കുന്ന പരിപാടി ഈ കേരളത്തിൽ നിന്ന് പോയിട്ട് ചെന്നൈയിലാണ് എക്സാം, അവിടം വരെ ഞാൻ ഒപ്പിട്ടിട്ടുണ്ടെന്ന്. അതെന്താ കാര്യം? അപ്പം നിങ്ങളോർക്കും ഈ ആൾക്കാർ ഇതെന്താ ഈ കാലത്ത് ഹൈടെക് അന്ധവിശ്വാസമാണെന്ന് ഓർക്കും. ബുദ്ധിയും ബോധം ഇല്ലാത്തവൻ റീസൺ ഉപയോഗിച്ച് കാര്യം എന്താ വെച്ചാൽ വിശ്വാസപ്രയോഗമാണത്. എന്താ വിശ്വാസപ്രയോഗം? കർത്താവ്, എനിക്ക് മെരിറ്റില്ല, ഞാൻ ആശ്രയിക്കുന്നത് നിൻ്റെ ഗ്രേസിലാണ്. അതാണ് സംഭവം. നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നതിന് പകരം എനിക്ക് മെരിറ്റില്ല, എനിക്ക് എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് അറിയത്തില്ല, ഐ ആം നോട്ട് വെൽ പ്രിപ്പയർഡ്, ഐ ഹാവ് നോ മെരിറ്റ്, എനിക്ക് മെരിറ്റില്ല, എൻ്റെ മെരിറ്റ് എന്ന് പറയുന്നത് നീയാണ് എന്ന് പറഞ്ഞ് ഇവിടുന്ന് അവിടം വരെ ഉപ്പിട്ട് അവിടെ ചെന്നൈയിലും കൊണ്ടുപോയി ട്രെയിൻ ഇറങ്ങിയപ്പോൾ അവിടെ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചെല്ലുകയാണ്. എന്താ പരിപാടി? കണ്ടു നിൽക്കുന്നവർക്ക് ഇത് എന്ത് അന്ധവിശ്വാസമാണെന്ന്. അതല്ല പ്രശ്നം, അതൊരു വിശ്വാസ പ്രയോഗമാണ്, വിശ്വാസ പ്രഖ്യാപനമല്ല, വിശ്വാസ പ്രയോഗം. വിശ്വാസം 3 തരത്തിലാണ്. നമുക്ക് വിശ്വാസം എക്സ്പ്രസ് ചെയ്യണ 3 തരത്തിലാണ്. ഒന്ന്, വെൻ അവർ പ്രേയേഴ്സ് അവർ ഫെയ്ത്ത് സെറ്റ് ഇൻ ടു പ്രേയേഴ്സ്, സെറ്റ് ഇൻ ടു വേഴ്സ്. അതായത് നമ്മളുടെ ഫെയ്ത്ത് വി ക്യാൻ സെറ്റ് ഇൻ ടു വേഴ്സ്. വേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ശബ്ദങ്ങളും വാക്കുകളുമായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ദൈവത്തിരുസന്നിധി സമർപ്പിക്കാം. ആ ഒരു പ്രക്രിയയ്ക്ക് നമ്മൾ പ്രയർ എന്നാണ് പറയണത്, പ്രാർത്ഥന എന്ന് പറയും. ദ ഫെയ്ത്ത് സെറ്റ് ഇൻ ടു വേഴ്സ്, അതിനാണ് പ്രാർത്ഥന എന്ന് പറയണത്. അത് എല്ലാവരും ചെയ്യണത് അതാണ്. പക്ഷേ ചില വിഷയങ്ങൾ, മേജർ സബ്ജക്റ്റ്, ഹെവി ഡ്യൂട്ടി സബ്ജക്റ്റ് പ്രേയറിൽ നിൽക്കത്തില്ല. കാര്യം പ്രേയറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മുഴുവനും ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റിയാണ്. അതായത് ദൈവിക പുണ്യങ്ങളാണ്. ദൈവിക പുണ്യങ്ങളെ ആകുന്ന വിശ്വാസത്തെയും അതുപോലെ തന്നെ പ്രത്യാശ, സ്നേഹത്തെയുമാണ് നമ്മൾ പ്രാർത്ഥനയെ വർക്കിംഗ് കണ്ടീഷൻ മെറിറ്റോറിയസ് ആക്കുന്നത്. അതിൻ്റെ കണ്ടൻറ്റ് വൈസ് അതിലുള്ള ദൈവിക പുണ്യങ്ങളാണ്. ആ ദൈവിക പുണ്യങ്ങളിൽ പലതും ഡാമേജ് ആയിരിക്കും. കാര്യം നിൻ്റെ വിശ്വാസമല്ലേ. നിൻ്റെ വിശ്വാസത്തിൻ്റെ അകത്ത് ഡാമേജ് വരാൻ കാരണം നിൻ്റെ പഴയ ഫയലാണ്. പഴയ ഫയലിൽ പലപ്പോഴും വിശ്വാസം നീ പ്രകടിപ്പിച്ചിരിക്കുന്നത് ഡാമേജ് ഫെയ്ത്ത് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് ഒരു വിശ്വാസം ഫോളോ ചെയ്തിട്ട് അതിൽ നീ വിചാരിക്കണ ഗ്രോത്ത് ഇല്ലെന്ന് കണ്ട വിശ്വാസം ഫീഡാക്കി കളയുന്നേ. അത് ഫയലായിപ്പോയി. മനുഷ്യന്മാരോട് ഇടപെടുന്നതിനേക്കാൾ പാടാണ് ദൈവത്തോട് ഇടപെടുന്നത്. ഇപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ നിൻ്റെ ഫെയ്ത്ത്, നിൻ്റെ പേര് അഖിലാണെന്ന്, ഫെയ്ത്ത് ഓഫ് അഖിൽ എന്ന് പറഞ്ഞ് കർത്താവ് അടിച്ചു നോക്കുമ്പോൾ മൊത്തം വരണത് ഡാമേജ് ആയിരിക്കും. എന്താണ്? 2022 ഫെയ്ത്ത് ഡാമേജ് ആയിട്ടുണ്ട്, 2018 ഫെയ്ത്ത് ഡാമേജ് ആയിട്ടുണ്ട്, മൊത്തം ഡാമേജ് കയറി വരുന്നത്. ഈ ഡാമേജ് ഫെയ്ത്തുമായിട്ടാണ് ഇപ്പോഴും നീ പ്രെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ പ്രത്യാശയ്ക്ക് വന്നിരിക്കുന്ന കുഴപ്പങ്ങൾ. ചില ദിവസങ്ങൾ നീ കുടുംബപ്രാർത്ഥനയും മുടക്കിക്കളഞ്ഞ്, ചില ദിവസങ്ങൾ നീ കുർബാനയും മുടക്കിക്കഴിഞ്ഞ്. എന്താ കാര്യം? അത് നക്കാപ്പിച്ച കാര്യം. ആരൊക്കെ ഫ്രണ്ട്സൊക്കെ വന്ന് എവിടെയെങ്കിലും സിനിമക്കൊക്കെ പോയി രാത്രി ഇരുന്ന് ചുമ്മാ സിനിമ കുത്തിയിരുന്ന് കണ്ടേച്ചും 4 മണിക്ക് കിടന്ന് ഉറങ്ങിയിട്ട് കുർബാന മുടക്കി, ഇങ്ങനെ ഒരു പക്കാ പരിച്ചാഴിയായിരിക്കും നീ എന്നാ കാണിക്കാനാണ് ദൈവതിരുസന്നിധി വരണത്? നിൻ്റെ പേരടിക്കുമ്പോൾ തന്നെ റെഡ് അടിച്ചിങ്ങോട്ട് വരും, മുഴുവൻ റെഡ് അടിക്കും. അപ്പോഴങ്ങനെയുള്ള ഒരു അവസ്ഥയ്ക്കാണ് ഈ പ്രേയറിന് വന്നിരിക്കുന്ന കുഴപ്പങ്ങൾ. പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഞാൻ അമ്മയോട് നന്ദി പറയുന്നു. എൻ്റെ പേര് അനീഷ ഡിനോൺ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. വർക്ക് ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ് നേഴ്സായിട്ട്. ഞാൻ ആദ്യം ഇന്നാണ് ശരിക്കും ഞാൻ
ഉടമ്പടി എടുക്കുന്നത്. ആദ്യം ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു. അതെടുക്കാനുണ്ടായ സാഹചര്യത്തിന് മുമ്പ് ഞാൻ ആദ്യം കൃപാസനത്തെക്കുറിച്ച് കേട്ടത് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്നാണ്. എനിക്ക് 4 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ, ഹസ്ബൻഡ് പുറത്തായിരുന്നു. പക്ഷെ ഞങ്ങൾ വെക്കേഷന് വരുമ്പോഴൊക്കെ ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിച്ചായിരുന്നു, പക്ഷെ കിട്ടിയില്ല. പിന്നെ അവസാനം ഞങ്ങൾ തീരുമാനിച്ചു ഒരുമിച്ച് സൗദിയിൽ സെറ്റിലാവാം, എന്നിട്ടൊരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യാമെന്ന്. പക്ഷെ ഉടമ്പടി എടുക്കാനായിട്ട് എനിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് കുറവായിരുന്നു. അത് ഉടമ്പടിയിൽ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് തുടങ്ങി. 2 മാസത്തിൻ്റെ ഉള്ളിൽ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാണ്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം ഉണ്ടായത്, എൻ്റെ ഹസ്ബൻഡ് സൗദിയിൽ ഒരു 8 years ആയിട്ട് ഒരു വർക്കിംഗ് സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുമായിരുന്നു. ബാക്കി ഹസ്ബൻഡ് പറയും. പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കി മാറ്റിയതിന് അമ്മ മാതാവിന് നന്ദി. എൻ്റെ പേര് ഡിനോൺ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ കറൻ്റ്ലി സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 8 കൊല്ലമായിട്ട് വർക്ക് ചെയ്യേണ്ടായിരുന്നു കമ്പനിയിൽ. ആ കമ്പനിയിൽ മാനേജറുമായിട്ട് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാവുകയും ആ മാനേജർ, അതായത് ഗ്രൂപ്പിസം, നെപ്പോട്ടിസം, അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഫാമിലി തമ്മിൽ തന്നെ സപ്പോർട്ട് ചെയ്യുകയും ബാക്കിയുള്ള വർക്കേഴ്സിനെ, അതായത് എക്സ്പീരിയൻസ് കൂടുതലുള്ളവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയും എക്സ്പീരിയൻസ് കുറവുള്ള അവരുടെ ബന്ധത്തിൽപ്പെട്ടവരുള്ള ആൾക്കാർക്ക് മാത്രം സാലറി ഇൻക്രിമെൻ്റ്, ഹൈക്കിങ്, പിന്നെ അതുപോലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുകയും ചെയ്തു. അത് ഞാൻ ചോദ്യം ചെയ്തു. 8 കൊല്ലമായിട്ട് വേറെ കംപ്ലൈൻറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ എന്നോട് മാനേജർ പറഞ്ഞു, മലയാളിയാണ്, എന്നോട് പറഞ്ഞു, എക്സിറ്റ് പോക്കോ, നീ പറ്റുന്നുണ്ടെങ്കിൽ ഇതൊക്കെ സഹിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിന്നാൽ മതി, അല്ലെങ്കിൽ നീ എക്സിറ്റ് പോക്കോ, അല്ലെങ്കിൽ വേറെ കമ്പനിക്ക് മാറിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എക്സിറ്റ് പോക്കോണ്ട്, കുഴപ്പമില്ല, എനിക്ക് എക്സിറ്റ് അടിച്ചു തന്നോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എക്സിറ്റ് അടിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ റൂമിലേക്ക് വന്നു. പിന്നെ ഞാൻ പോയില്ല, ഒരു 15 ദിവസം കമ്പനിയിലേക്ക് പോയില്ല, എക്സിറ്റ് അടിക്കുന്നു പ്രതീക്ഷിച്ചിട്ട്. എക്സിറ്റ് അടിച്ചാൽ എനിക്ക് നാട്ടിൽ വന്നിട്ട് വേറെ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ എക്സിറ്റ് അടിക്കുന്നു പ്രതീക്ഷിച്ചിട്ട് പോവാണ്ട് 15 ദിവസം നിന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ എൻ്റെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡ് ഇട്ടപ്പോഴാണ് അറിയണത് അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. കമ്പനി അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. ഇത് അക്കൗണ്ട് എന്താ ഫ്രീസ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ബാങ്കിൽ നിന്ന് പറഞ്ഞു, നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഫ്രീസ് ചെയ്തതാണ് അക്കൗണ്ട്, നിങ്ങൾ കമ്പനിയിൽ പോയി ചോദിക്കാൻ പറഞ്ഞു. കമ്പനിയിൽ ഞാൻ ചെന്ന് ചോദിച്ചു, എന്തിനാണ് എൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത്? നിങ്ങൾ എക്സിറ്റ് അടിക്കുകയാണെങ്കിൽ എൻ്റെ സർവീസ് മണി എല്ലാതും തന്നിട്ടല്ലേ നിങ്ങൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ പറ്റുള്ളൂ, എന്നാലും ഫ്രീസ് ചെയ്യാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് പറയുന്നത്, നിനക്ക് എക്സിറ്റ് അല്ല അടിച്ചു കൊടുക്കുന്നത്, നിനക്ക് ഹുറൂബാണ് അടിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. ഹുറൂബ് എന്ന് പറഞ്ഞാൽ ബാനാണ്, ലൈഫ് സൗദിയിലേക്ക് റീ എൻട്രി ചെയ്യാൻ പറ്റില്ല, വേറെ ജോബിന് അവിടെ കയറാൻ പറ്റില്ല. അങ്ങനെ ബാൻ ചെയ്തിട്ട് ഹുറൂബാക്കി എൻ്റെ സ്റ്റാറ്റസ്, ഇക്കാമയുടെ സ്റ്റാറ്റസും പാസ്പോർട്ട് സ്റ്റാറ്റസും. അങ്ങനെ ഒരു 1.5 വർഷത്തോളം ഞാൻ ഇല്ലീഗലായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ കൂടെ വർക്ക് ചെയ്യണ ചേച്ചിയാണ് പറഞ്ഞത്, ഇങ്ങനെ ഉടമ്പടി എടുക്ക്, അത് പ്രാർത്ഥിച്ചാൽ നടക്കും മാതാവിൻ്റെ അടുത്ത്. ആ ചേച്ചി പറഞ്ഞ ചേച്ചി ഇന്നിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ആ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി പറഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. എൻ്റെ വൈഫ് ഓൺലൈനായിട്ട് ജൂൺ മാസം ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഓൺലൈനിലായിട്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ തിങ്കിങ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അമ്മയാണ്, അമ്മയോട് നമ്മൾ ഉടമ്പടിയിലൂടെ കാര്യങ്ങൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അമ്മയോട് ഡയറക്റ്റായിട്ട് പറയാം, അപ്പോൾ അമ്മ അത് സാധിച്ചു തരാം. അങ്ങനെയാണ്. ഞാൻ ഒരു വിശ്വാസമുള്ള ആളായിരുന്നു ചെറുപ്പം തൊട്ടിട്ട്. എന്ത് കാര്യത്തിലും ഞാൻ നേരിട്ട്, അതായത് എനിക്ക് തീരെ പറ്റാത്ത ഒരു അവസ്ഥകൾ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, അത്ര തന്നെ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ പള്ളിയെ പോക്ക് അതൊക്കെ കുറവുള്ള ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മോട് അങ്ങനത്തെ ഒരു ചിന്താഗതിയായിരുന്നു, എന്തിനാണ് നമ്മൾ ഉടമ്പടി എടുക്കണത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് എന്തായാലും വൈഫ് എടുത്തിട്ടുണ്ട്. അത് കാലത്ത് എൻ്റെ പ്രഭാത പ്രാർത്ഥന ചെല്ലും, സാക്ഷ്യങ്ങൾ കേൾക്കും, അത് ഷെയർ ചെയ്യും, അതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വൈഫ് പറഞ്ഞു ഒരു ദിവസം, ഇതിങ്ങനെ എടുത്താൽ ശരിയാവില്ല, നിങ്ങൾ കൂടി ഉടമ്പടി എടുക്കണം, എന്നാലാണ് നിങ്ങളുടെ കാര്യങ്ങൾ ശരിയാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു എന്ന് വൈഫ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ ശരി. അങ്ങനെ ഒരു ഇതോട് കൂടിയിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞിട്ട് സെപ്റ്റംബർ 1 2025 കഴിഞ്ഞ മാസമാണ് ഞാൻ ഉടമ്പടി എടുത്തത്.
ഉടമ്പടി എടുത്തപ്പോൾ തന്നെ കാലത്ത് പ്രഭാത പ്രാർത്ഥന ചൊല്ലി സാക്ഷ്യങ്ങൾ കേട്ടു. സാക്ഷ്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു, വാട്സപ്പിൽ ഷെയർ ചെയ്തു. പിന്നെ വൈഫ് എന്നോട് പറഞ്ഞു ഇനി രാത്രിയിൽ പ്രാർത്ഥനയുണ്ട്, അതിനുശേഷം അരമണിക്കൂർ ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയെല്ലാം കഴിഞ്ഞു, ഇനി പ്രാർത്ഥനയും ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു ബൈബിൾ വായന ഞാൻ മറന്നിരുന്നു, ഞാൻ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ബാക്കി പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ സീരിയൽ കണ്ടോട്ടെ, സീരിയലല്ല ബിഗ് ബോസ്, അത് കാണുന്ന ആളായിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു എന്നോട് അത് കാണുന്നതിന് മുമ്പ് ബൈബിൾ വായിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ബൈബിൾ വായിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞു ബൈബിൾ വായിച്ചിട്ട് പിന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു, എന്നിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ബൈബിൾ വായിക്കാനിരുന്നു. ബൈബിൾ വായിക്കുന്നത് ഞങ്ങൾ ഈ നമ്മുടെ മാതാവിൻ്റെ ഫോട്ടോ ഞങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് അവിടെയാണ് മെഴുകുതിരി കത്തിച്ചിട്ട് പ്രാർത്ഥിക്കേണ്ടായിരുന്നത്. ആ മെഴുകുതിരി കത്തിച്ചിട്ടാണ് ഞാൻ ബൈബിൾ വായിക്കാതിരിക്കുന്നത്. എൻ്റെ മുമ്പിൽ ഒരു മിററുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ബൈബിൾ വായിക്കാത്ത ആൾ, കണ്ടിന്യൂസ് അരമണിക്കൂർ വായിക്കാത്ത ആളായതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് വായിച്ച് എനിക്ക് ഉറക്കം വരുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മിററിൽ, എൻ്റെ ഫ്രണ്ടിൽ മിററാണ്, ആ മിറർ നോക്കിയിട്ടാണ് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ട്, ഇങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ മിറർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ട് കാണും. ഒരു 15 മിനിറ്റ് വായിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണടഞ്ഞു പോവാണ്. അപ്പോൾ ഇങ്ങനെ കണ്ണിങ്ങനെ അടഞ്ഞ്, എന്നാലും നമുക്ക് ഇങ്ങനെ കണ്ണടഞ്ഞു പോയാലും ഈ സൈഡിൽ ഇങ്ങനെ വരണത് അറിയാൻ പറ്റും. ആരെങ്കിലും വന്നാലോ എന്തെങ്കിലും ഓബ്ജക്റ്റ് വന്നാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇരുട്ടാണ് റൂം, ഇതിൻ്റെ മെഴുകുതിരിയുടെ വെളിച്ചം മാത്രമേ ഉള്ളൂ. ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈഫ് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വന്ന് എൻ്റെ അടുത്തുള്ള കട്ടിലിന്മ അവിടെ ഇരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവള് എന്നെ ചെക്ക് ചെയ്യാൻ വന്നിട്ടുള്ളതാണ്. ഞാൻ ഉറങ്ങുന്നുണ്ടോ, അവൾക്കറിയാം ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉറക്കം വരും. അപ്പോൾ ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവൾ വന്നിരിക്കുന്നത്, വൈഫ് വന്നിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ണ് തുറന്നിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങി. ശരിക്കും ബൈബിൾ വായിച്ചു. അരമണിക്കൂറും കഴിഞ്ഞിട്ട് ഇവളൊന്നും മിണ്ടണില്ല. അല്ലെങ്കിൽ ചോദിക്കേണ്ടതാണ് സാധാരണ, എന്താണ് ബൈബിൾ വായിച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥന എത്തിക്കാം അങ്ങനെ പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അത് ബൈബിൾ വായിച്ച് കഴിഞ്ഞിട്ടും ചോദിക്കണില്ല. ചോദിക്കേണ്ടായപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കിയതാണ്. നോക്കിയപ്പോൾ അവിടെ അവളെ കണ്ടില്ല, ഇവളവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ചോദിക്കില്ല, ഞാൻ അവിടെ ഇല്ലാത്തപ്പോൾ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നത് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ഓടി. ഇവളെ അടുക്കളയിൽ ഉണ്ടാവും അല്ലെങ്കിൽ അവിടെ ബാത്റൂമിൽ എവിടെയെങ്കിലും ഉണ്ടാവും നോക്കാൻ പോയപ്പോൾ ഇവളെ അടുക്കളയിൽ നിന്ന് പാത്രം ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു നീ എന്താ അവിടെ വന്ന് നിന്നിട്ട് ഞാൻ ബൈബിൾ വായിക്കണ കണ്ടിട്ട് ഒന്നും ചോദിച്ചില്ല, പ്രാർത്ഥന എത്തിക്കേണ്ടതെന്ന്. അതിന് ഞാനൊന്നും വന്നില്ലല്ലോ, ഞാൻ വന്നിട്ടേ ഇല്ല അവിടെ ഇരിക്കാൻ, അവിടെ വന്നിട്ടുമില്ല ഇരുന്നിട്ടുമില്ല ഒന്നും അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ അവളെ വിളിച്ചുകൊണ്ട് പോയി കാണിച്ചു, ഇതേ വന്നു, നീ ഇവിടെ അല്ലായിരുന്നേ, കട്ടിലിൻ്റെ ഈ സ്ഥലത്തല്ലേ ഇരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നിട്ടില്ല, സത്യമായിട്ടും വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്കൊരു പേടി പോലെ വന്നു, ഒരു തണവ് പോലെയൊക്കെ തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു, മാതാവേ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ നീനാണോ അത് വന്നത്? ഞാൻ ചോദിച്ച വശം ഞങ്ങളുടെ AC-യിൽ സൈഡിൽ വൈഫിൻ്റെയും മകൻ്റെയും ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അത് 2 കൊല്ലമായിട്ട് അനങ്ങാണ്ടിരിക്കുന്ന ഫോട്ടോയാണ്. ഞാനിത് ചോദിച്ചു, മാതാവ് നീയാണോ വന്നതെന്ന്, ആദ്യത്തെ ദിവസമായിട്ട് ഉടമ്പടി എടുത്ത് അന്ന് നീനാണോ വന്നതെന്ന് ചോദിച്ച വശം ആ ഫോട്ടോ വീണു. ഫോട്ടോ വീണതോട് കൂടിയിട്ട് എനിക്ക് പേടിയോട് കൂടി ഒരു ഇത് അങ്ങനെ ആയിപ്പോയി, ഒരു വിശ്വാസം വരികയും ചെയ്തു. അതാണ് അന്ന് ഉടമ്പടി എടുത്ത ആദ്യത്തെ ദിവസം തന്നെ അങ്ങനെ ആയതുകൊണ്ട് പിന്നെ തൊട്ട് ഞാൻ ബൈബിൾ വായിക്കൽ അരമണിക്കൂറല്ല അതിൽ കൂടുതലാക്കി, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. പിന്നെ ഇവളുടെ ഉടമ്പടി, വൈഫിൻ്റെ ഉടമ്പടി കഴിയാറായി, 3 മാസം കഴിയാറായി. അതായത് സെപ്റ്റംബർ 22-ാം തീയതിയാണ് കഴിയണത്. അപ്പോൾ സെപ്റ്റംബർ 16-ാം തീയതി ഇവൾ പറയണം എന്നോട് 22-ാം തീയതി ഞാൻ എൻ്റെ ഉടമ്പടി അവസാനിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ടെൻഷൻ അടിക്കണ്ട, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും നശിപ്പിക്കാനും 1 സെക്കൻഡ് പോലും ആവശ്യമില്ലാത്ത അവർക്ക് എല്ലാം സാധ്യമാണ്. ഈ നിയമങ്ങൾ മാറ്റാനും മറയ്ക്കാനൊക്കെ അവർക്ക് പറ്റും, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. 16-ാം തീയതി 18-ാം തീയതി കാലത്ത് ഒരു മെസ്സേജ് വരാണ്. ഇവളുടെ ഹെഡ് നേഴ്സ് കല ഇവൾക്ക് മെസ്സേജ് അയച്ചത്, ഇങ്ങനെ ഹുറൂബുള്ളവർക്കെല്ലാം ഹുറൂബ് സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. 18-ാം തീയതി ഞങ്ങൾ പോയി ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്യാൻ ഓഫീസിൽ പോയപ്പോൾ ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് കുറച്ച് ഉപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. വെഞ്ചരിച്ച ഉപ്പ്, മാതാവിൻ്റെ വെഞ്ചരിച്ച ഉപ്പ് തന്നിട്ടുണ്ടായിരുന്നു. ആ വെഞ്ചരിച്ച ഉപ്പ് അവിടെ കൊണ്ടുപോയി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു, വെച്ചില്ല. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ആ സൗദി പറഞ്ഞു,
ഇപ്പോൾ കാലത്തോട്ട് ഫയലൊന്നും ഓപ്പൺ ആവണില്ല, നിങ്ങൾ വെയിറ്റ് ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ ഡിപ്രഷനായി. ഞാൻ എൻ്റെ കയ്യിലുള്ള ഉപ്പ് ആ മേശാമ വെച്ചിട്ട് മാതാവിനോട് പറഞ്ഞു, ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഉപ്പ് അവിടെ വെച്ചിട്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഇരുന്നു. ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് അവിടെ ഇരിക്കുകയാണ് ഞാനും വൈഫും. അരമണിക്കൂർ ആയില്ല, അതിനു മുമ്പ് വിളിച്ചു, സൗദി വിളിച്ചിട്ട് ഡിനോൺ ആക്സസ് ആവുന്നുണ്ട്, നിങ്ങളുടെ അക്കൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും, 80% ഇപ്പോൾ ചേഞ്ച് ചെയ്തു, ഇനി 20% കൂടി ചേഞ്ച് ചെയ്യുള്ളൂ, 20% ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്പോൺസറിന് കിട്ടണം, ഇമ്മീഡിയറ്റ് സ്പോൺസർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുടെ കമ്പനിയിൽ ഒരു സ്പോൺസറുണ്ട്, ആൾ വെച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ സന്തോഷത്തിൽ ആ ചേട്ടനെ വിളിച്ചു. ആ ചേട്ടൻ പറഞ്ഞു ഇപ്പോൾ ആ സ്പോൺസർ സമ്മതിക്കണില്ല, വീണ്ടും പരീക്ഷണങ്ങളാണല്ലോ എന്ന് പറഞ്ഞു. മാതാവിനോട് ഞാനിങ്ങനെ പറഞ്ഞു, എല്ലാം ശരിയായി, അവസാന നിമിഷത്ത് വീണ്ടും സ്പോൺസർ ഇല്ല എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അന്ന് അതിൻ്റെ അടുത്ത ദിവസം 21-ാം തീയതി ഒരു സൗദീനെ പോയി കാണാൻ പറഞ്ഞു. ആ സൗദീനെ പോയി കണ്ടു. സൗദി പറഞ്ഞു ചെയ്യാം, നമുക്ക് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 22-ാം തീയതി ഇവളുടെ അവസാനിക്കുന്നതിൻ്റെ അന്ന് ഉടമ്പടി, ഓൺലൈൻ ഉടമ്പടി അവസാനിക്കുന്നതിൻ്റെ അന്ന് എൻ്റെ ഹുറൂബ് സ്റ്റാറ്റസ് നീക്കുകയും ആ സൗദി തന്നെ ഇക്കാമ റിന്യൂവൽ ചെയ്യുകയും ഒരു ബിസിനസ് ഓഫർ വയ്ക്കുകയും ബിസിനസ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ട് എല്ലാം ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. തിരിച്ച് പുതിയൊരു ജോലിക്കും കയറി, വേറൊരു ജോലിക്കും കയറിയിട്ട് 1-ാം തീയതി തൊട്ടിട്ട് അവിടെ ജോയിൻ ചെയ്യാനും പോവാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് നന്ദി. കാരുണ്യ പ്രവൃത്തികളായിട്ട് കൃപാസനത്തിൻ്റെ ഉടമ്പടി ഞാൻ ഓൺലൈനിലായതുകൊണ്ട് പത്രങ്ങളൊന്നും ഞങ്ങൾക്ക് ഇല്ല, സൗദിയിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആൾക്കാർക്ക് പൈസയായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്ന സമയത്തൊക്കെ എന്തെങ്കിലും സഹായം, പൈസ മാത്രമല്ലാതെ എന്നെ കൊണ്ട് അവർ ചോദിക്കണ എന്തെങ്കിലും ഈ പാവപ്പെട്ടവറ്റങ്ങൾ ഈ നെറ്റ്വർക്കിങ്ങിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും സംശയങ്ങളായിട്ട് ചോദിച്ചു വരുന്ന അവർക്ക് ഇഷ്യൂസ് ഉള്ളത്, ഈ കാമയുടെ പ്രശ്നങ്ങൾ, അങ്ങനെ വരുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. കാരണം എനിക്ക് ഈ 1.5 കൊല്ലമായിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അറിയുന്നതുകൊണ്ട് ഇന്ന ഏജൻസിയിൽ പോകൂ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, അവരെ സഹായിക്കാറുണ്ടായിരുന്നു. പിന്നെ ഭക്ഷണം അങ്ങനെ അവിടെ കൊടുക്കാൻ പറ്റില്ല സൗദി അറേബ്യയിലായതുകൊണ്ട്. പക്ഷേ ഞങ്ങളിവിടെ ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഈ പത്രങ്ങളെല്ലാം കൊടുത്ത് അവസാനിപ്പിച്ചിട്ട് പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തിട്ട് തിരിച്ചു പോകും. ഇപ്പോൾ വന്നത് 10 ദിവസത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. ഈ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമായിട്ട് വന്നിട്ടുള്ളതാണ്. ഇത് ഞങ്ങൾ എന്ന് അറിഞ്ഞു അന്ന് തൊട്ട് ഞങ്ങൾ ഇറച്ചി, മീൻ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉപേക്ഷിച്ച് ഇന്ന് ഉപവാസമാണ്, ഒന്നും കഴിച്ചിട്ടില്ല കാലത്തോട്ട്. അപ്പോൾ സിസ്റ്ററൊക്കെ പറഞ്ഞു കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വെള്ളം കുടിച്ചിട്ടൊക്കെ കഴിച്ചിട്ടില്ല, ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം വേണം അങ്ങനെ ഇരിക്കാൻ. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും നന്ദി. എൻ്റെ പേര് പിലോമിന, ഞാൻ ഇടുക്കി രൂപതയിൽ നിന്ന് വരുന്നു. ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2020 ജനുവരിയിലാണ്. 2020 നവംബറിൽ എനിക്കൊരു ഭയങ്കര പനി വന്നു. പനിയോടുകൂടി 2-3 ആശുപത്രി കയറി ഇറങ്ങി. അപ്പം ബ്ലഡിലെ കൗണ്ട് കൂടുമായിരുന്നു. അത് കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഒന്ന് ചെന്ന് നോക്കാൻ പറഞ്ഞു. ആ ഡോക്ടർ പറഞ്ഞു ബ്ലഡിൽ ക്യാൻസറിൻ്റെ ഒരു സാധ്യത കാണുന്നുണ്ട്, അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കിക്കോളാൻ പറഞ്ഞു. അവിടുന്ന് ഞാൻ തിരിച്ച് വീട്ടിൽ പോന്ന് ഡിസ്ചാർജായി. അത് കഴിഞ്ഞപ്പം താഴെ ആശുപത്രിയിൽ പോകാൻ വേണ്ടിയിട്ട് രാവിലെ എഴുന്നേറ്റ് 5 മണിയായപ്പം ഞാൻ തലയടിച്ച് വീണു ബാത്റൂമിൽ. അത് എനിക്ക് എൻ്റെ ബോധം പോയി, പിന്നെ ഒരു വിവരവും ഇല്ല. അതിനുശേഷം പെട്ടെന്ന് 2-3 ഹോസ്പിറ്റലിൽ അവിടെയൊക്കെ കാണിച്ചു. എന്നിട്ട് എല്ലാം പെട്ടെന്ന് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. രാജഗിരി ഹോസ്പിറ്റലിൽ വന്നു. അന്നേരം ഡോക്ടർ നോക്കിയേച്ച് പറഞ്ഞു 3 ഞരമ്പ് പൊട്ടിയിട്ടുണ്ട്, പ്രതീക്ഷയൊന്നുമില്ല, പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക, എന്തെങ്കിലും സംഭവിക്കട്ടെ എന്നും പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ കഴിഞ്ഞ് തലയിൽ സ്റ്റെൻറ്റ് ഇട്ടു, 3 സ്റ്റെൻറ്റ് ഇട്ടു, 3 ഞരമ്പാണ് പൊട്ടിയത്. അതിന് ശേഷം 14 ദിവസം വെൻറ്റിലേറ്ററിൽ കിടന്നു. അപ്പം ഞാൻ മരിച്ചു എന്നുള്ളത് ഉറപ്പായി. എൻ്റെ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം ഞാൻ വീണ്ടും നിങ്ങളുടെ മുൻപിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് സാധിച്ചത്. കാരണം ഞാൻ 14 ദിവസം വെൻറ്റിലേറ്ററിൽ കിടന്നു, എണീറ്റപ്പോൾ തളർന്നു. അവിടുന്ന് എല്ലാം എൻ്റെ അമ്മയും തിരുക്കുമാരനും എന്നെ രക്ഷപ്പെടുത്തി. അതിനുശേഷം വീണ്ടും ചെക്കപ്പിന് അന്ന്
15 ലക്ഷം രൂപയോളമായി. പിന്നെ അടുത്ത ചെക്കപ്പിന് ചെന്ന് കഴിഞ്ഞപ്പോൾ 3 മാസം കഴിഞ്ഞ് അവർ പറഞ്ഞു സ്റ്റെൻറ്റ് ഇട്ടെടുത്ത് 3 മുഴകളുണ്ട്, അത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ 1 വലുതാണ്, 2 ചെറുതാണ്. അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ പൊട്ടിയ ആൾ മരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്താ ചെയ്യണേന്ന് ഓർത്തിങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മയുടെ അടുത്തും വന്ന് പ്രാർത്ഥിച്ചു. അവിടെ അന്വേഷിച്ചപ്പോൾ 10 ലക്ഷം രൂപയാകുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ മോള് ചെന്ന് ശ്രീചിത്രയിൽ അന്വേഷിച്ചപ്പോൾ 7 ലക്ഷം പറഞ്ഞു. അവിടുന്ന് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോയി ശ്രീചിത്രയിൽ ഇവിടെ വന്ന അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛനോട് വിവരങ്ങളെല്ലാം തുറന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു. 1 മണിക്കൂർ കുറേ സമയം പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു ഒരു ഓപ്പറേഷനും നടക്കുകയില്ല, ധൈര്യമായിട്ട് പോയിട്ട് വരാൻ പറഞ്ഞു. അതിന് ശേഷം ഞങ്ങൾ ശ്രീചിത്രയിൽ ചെന്നു, എല്ലാ ടെസ്റ്റുകളും നടത്തി അവിടെ അഡ്മിറ്റാക്കി. നാളെ 10 മണിക്ക് ഓപ്പറേഷൻ നിശ്ചയിച്ചു. അത് കഴിഞ്ഞ് അന്ന് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തില്ല, പിറ്റേ ദിവസവും ചെയ്തില്ല. അതിൻ്റെ പിറ്റേ ദിവസം പറഞ്ഞു ഫിലോമിനയുടെ ബ്ലഡ് ഒന്നോടെ നോക്കണമെന്ന് പറഞ്ഞു. നോക്കിക്കഴിഞ്ഞേച്ച് എൻ്റെ ഹസ്ബൻഡിനെ എൻ്റെ മോളെയും വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഈ ഓപ്പറേഷൻ എൻ്റെ കൈകൊണ്ട് ചെയ്യില്ല, ചെയ്തു കഴിഞ്ഞാൽ മമ്മി മരിച്ചു പോകും, അതുകൊണ്ട് ഞാൻ ചെയ്യില്ല മോളെന്ന് പറഞ്ഞു. അപ്പം 6 മാസത്തെ ജീവിതമുള്ളൂ മമ്മിക്ക്, അത് 6 മാസത്തിൽ കൂടുതൽ ഇരിക്കുകയില്ല, ഓപ്പറേഷൻ ചെയ്താൽ കോമയിലേക്ക് പോകും, കോമയെ കടന്ന് അമ്മി മരിക്കണ്ടല്ലോ, അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകൂ, ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറെ ഞങ്ങൾ പൈസയും കെട്ടിവെച്ച് ഇനി ഞങ്ങൾ ഇതിലേ പോകുമെന്ന് ഹസ്ബൻഡ് ചോദിച്ചു. അന്നേരം പറഞ്ഞു എവിടെ കൊണ്ടുപോയാലും വേണ്ടില്ല, ഞാൻ എൻ്റെ കൈ കൊണ്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു, കെട്ടിവെച്ച പൈസയും തന്നു, ഞങ്ങൾ പോന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ വിശുദ്ധ തൈലവും എല്ലാം തലയിലും തേക്കും, ഉള്ളിലും കഴിക്കും, ഉപ്പ് ഇട്ട് വെള്ളവും കുടിക്കും, അങ്ങനെ ഇരുന്നു. പിന്നെ അപ്പോൾ ഈ ബ്ലഡിലൊരു ക്യാൻസറിൻ്റെ ഇത് കണ്ടെന്ന് പറഞ്ഞു. അത് കാരണം ഞങ്ങൾ പിന്നെ വേറെ ഒരു ഡോക്ടറെ പോയി കണ്ട് അത് സ്കാൻ ചെയ്തപ്പം ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ടിരുന്നു, ക്യാൻസറിൻ്റെ ഒന്നുമില്ല, അതിന് ഇന്ന് വരെ ഒരു മരുന്നും കഴിച്ചിട്ടുമില്ല. അങ്ങനെ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഒരുപാട് അനുഗ്രഹം എന്നെ അല്ലാതെ ഒത്തിരി അറിഞ്ഞോ അറിയാതെയും പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ് അതുപോലെ തന്നിട്ടുണ്ട് അമ്മ തിരുക്കുമാരനും. പിന്നെ ഒരു 30 ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നു. ഇനി എനിക്ക് ആ പഴയ അസുഖമൊന്നുമില്ലെന്ന് ഡോക്ടറും തീർത്ത് പറഞ്ഞു. എനിക്കും അത് വിശ്വാസമാണ്, എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. പിന്നെ ഒരു 30 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. അത് 8 വർഷമായി ബാങ്കിൽ പലിശ അടച്ച് ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഹൗസിംഗ് ലോൺ ആയിരുന്നു. അതിൻ്റെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, അമ്മേ 2024 ഡിസംബർ 30-നകം എനിക്ക് ആ കടം തീർത്ത് തരണമെന്ന്. ജനുവരി 4-ാം തീയതി അമ്മ ആ കടം തീർത്ത് തന്നു. ഏലക്കായ്ക്ക് വില കൂടി ഏലക്ക വിറ്റാണ് ആ കടം തീർത്തത്. അങ്ങനെ പട്ടയവും ഞങ്ങൾക്ക് കിട്ടി, ഹൗസിംഗ് ലോണും കിട്ടി. പിന്നെ എൻ്റെ മക്കൾ സ്വീഡനിലായിരുന്നു, അവർക്ക് അവിടെ പോകാൻ സാധിക്കാതെ ഇരുന്നപ്പോൾ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് മക്കളോട് ഞാൻ പറഞ്ഞു റിജക്റ്റായ വിസ ഇനി തിരിച്ച് കിട്ടാൻ പാടില്ല അമ്മയെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, ഡേറ്റ് ഇട്ട് ഞാനും പ്രാർത്ഥിച്ചു. അമ്മേ 2023 ഡിസംബർ 30-നകം അമ്മ എൻ്റെ മകന് സ്വീഡൻ, അയർലൻഡ്, ന്യൂസിലാൻഡ് വെച്ചിട്ടുണ്ട്, പേപ്പർ നീക്കിയിട്ടുണ്ട്, അമ്മ ഇഷ്ടമുള്ളിടത്തേക്ക് വിട്ടോളാൻ പറഞ്ഞു. അതിനുശേഷം ഡിസംബർ 18-ാം തീയതി അവന് വിസ വന്നു. ഫെബ്രുവരി 10-ാം തീയതി ഫെബ്രുവരി 20-ാം തീയതി മോളും കൊച്ചും കൂടെ കയറിപ്പോയി. അവരിപ്പോൾ അവിടെ ജീവിക്കുന്നു സുഖമായിട്ട്. ഇതെല്ലാം നമുക്ക് അസാധ്യമായെന്ന് തോന്നുന്നത് അമ്മയ്ക്ക് സാധ്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് യേശുവേ സ്തുതി, യേശുവേ നന്ദി. കാരുണ്യപ്രവർത്തികൾ ഞങ്ങൾ പൊതിയോറൊക്കെ കൊടുക്കും, ഡ്രസ്സ് മേടിച്ച് കൊടുക്കും, എന്നാൽ കഴിയുന്ന വിധം പൈസ പാവങ്ങളെ കാണുമ്പോൾ കൊടുക്കും. പിന്നെ രോഗി സന്ദർശനം നടത്താറുണ്ട്. പത്രം ഞാൻ ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാവർക്കും എൻ്റെ സാക്ഷ്യത്തിലാണ് ഈ പത്രമെന്നും പറഞ്ഞ് എൻ്റെ രോഗം സൗഖ്യമായതിൻ്റെ ആണെന്നും പറഞ്ഞ് ഞാൻ പത്രം എല്ലാവർക്കും കൊണ്ട് കൊടുക്കും. ചിലർ മേടിക്കും, ചിലർ മേടിക്കുകയില്ല. അങ്ങനെയെല്ലാം ഞാൻ പത്രം വിതരണം ചെയ്യും. ഇനിയും എൻ്റെ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം മാത്രം മതി എനിക്ക്. ഇന്ന് ഞാൻ ജീവിക്കുന്നത് അമ്മയും തിരുക്കുമാരനും, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് എന്നെ കൊണ്ടുവന്നത് എൻ്റെ അമ്മയും തിരുക്കുമാരനുമാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി.